ബിഗ് ബോസ് സീസൺ 7 ഇന്ന് നമ്മുടെ ഷാനവാസ് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പുറത്ത് വലിച്ച എല്ലാവരുടെയും മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അഭിലാഷും അതേപോലെ തന്നെ ഒനീലിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങൾക്കും പിരികേറ്റി വിടുന്നവരാണ് അഭിലാഷ് ഒനീൽ. അതെൻ്റെ ഗെയിമാണെന്ന് അഭിലാഷ് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അക്ബറും എന്നെയും തമ്മിൽ തെറ്റിക്കാൻ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് അഭിലാഷാണെന്ന് ഷാനവാസ് അക്ബറിൻ്റെ മുമ്പിൽ തന്നെ പറയുന്നുണ്ട്. അതെൻ്റെ ഗെയിമാണെന്ന് ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ഷാനവാസ് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല ഗെയിം കളിക്കുന്നതെന്ന് അക്ബർ പറയുന്നുണ്ട്. ആ സമയത്ത് ഒനീൽ നമ്മുടെ ആദിലിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളോട് വന്ന് സംസാരിച്ചാൽ മതി, നമ്മളുണ്ട് നിങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട്. അയാൾ പറയുന്നൊന്നും കേൾക്കണ്ട, ഇവിടെ കുറേ മാസ ഡയലോഗും മുണ്ടും മടക്കി കുത്തി മടക്കാൻ മാത്രമേ അയാൾക്ക് അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒനീലിനെ നല്ലോണം ഇന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷാനവാസ്. കിച്ചൺ കാര്യത്തിൽ കയറി നീ ഇടപെടാൻ നിൽക്കണ്ട. അപ്പോൾ ജിഷന് ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അനുമോളോട് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ സമ്മതിക്കുന്നില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി തരും എന്ന് പറയുന്നുണ്ട്. ജിഷൻ ഒരു ക്യാപ്റ്റനാണ്, അതുകൊണ്ട് തന്നെ ജിഷൻ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ആ അധികാരം ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ ഒരു വിഷയത്തിൽ ജിഷനെതിരെ ഒന്നിൽ സംസാരിച്ചപ്പോൾ നീ ആരടാ, നീ പോടാ എന്നൊക്കെ ഷാനവാസിനോട് പറയുന്ന സമയത്ത് ഒനീലിനോട് ഷാനവാസ് നല്ല തിരിച്ച് പറയുന്നുണ്ട്. നീ പോടാ, നീ ആദ്യം പോയി ഗെയിം കളിക്കടാ, നീ ആദ്യം മര്യാദ പഠിക്കടാ എന്നൊക്കെ പറഞ്ഞ് ഒനീലിനോട് നല്ല രീതിയിൽ നമ്മുടെ ഷാനവാസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആദിലേക്കിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട്. നിങ്ങളും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണെന്ന് ആദിലനോടും നൂറനോടും പറയുന്നുണ്ട്. നിങ്ങളും അഭിലാഷിനോട് കാണിച്ച അതേ ഗെയിം എൻ്റെ നേരെ ഇറക്കാൻ നിൽക്കണ്ടെന്ന് നൂറനോട് ഷാനവാസ് പറയുന്നുണ്ട്.